ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. KSRTC ബസ്സിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമായ കൊളുക്കുമലയിലെ സൺറൈസും മൂന്നാറിലെ വ്യൂ ഒക്കെ കണ്ടിട്ടുള്ള 2 ഡേ ട്രിപ്പിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും എല്ലാ ദിവസവും രാത്രി 11:30 മൂന്നാറിലേക്കുള്ള സൂപ്പർ ഡീലക്സ് ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായത്. 416 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്. KSRTC സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. വെള്ളിയാഴ്ച രാത്രി 30 പേരുള്ള ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോയത്. പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബസ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ 12 മണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് ഞങ്ങൾ മൂന്നാർ KSRTC ഡിപ്പോയിലെത്തിയത്. സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഈ കാണുന്നതാണ് ഇവിടെ നിന്ന് പല ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ ടൈമിങ്. രാവിലെ 8:40 KSRTC ഓർഡിനറി ബസ്സിൽ 40 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ സൂര്യനെല്ലിയിലേക്കുള്ള യാത്ര തുടർന്നു. പോകുന്ന റൂട്ടിൽ തേയിലത്തോട്ടങ്ങളുടെ അടിപൊളി വ്യൂ ആണ് ഉള്ളത്. അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് 10 മണിയോടെ സൂര്യനെല്ലി ടൗണിൽ ബസ് എത്തി. ഇവിടെ സഫാരി ജീപ്പും ഓട്ടോ സ്റ്റാൻഡും ടീ ഷോപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ. ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയുള്ള ടെൻറ്റ് ക്യാമ്പിലാണ് ഞങ്ങൾ സ്റ്റേ അറേഞ്ച് ചെയ്തത്. ടെൻറ്റ് ക്യാമ്പ് പ്ലസ് കൊളുക്കുമല ട്രക്കിംഗ് പാക്കേജ് വരുന്ന ഒരുപാട് ക്യാമ്പ് സൈറ്റുകൾ സൂര്യനെല്ലിയിൽ അവൈലബിൾ ആണ്. കേരള തമിഴ്നാട് ബോർഡറിന് അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും തമിഴന്മാരാണുള്ളത്. അങ്ങനെ കുറച്ച് സമയം ടൗണിൽ കറങ്ങി ഇവിടുന്ന് ജീപ്പിൽ ക്യാമ്പ് സൈറ്റിലേക്ക് നമ്മൾ പോയി. പോകുന്ന വഴിയിൽ വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഡ്യുവൽ സിപ്ലൈനൊക്കെ കാണാൻ പറ്റി. ഡ്യുവൽ സിപ്ലൈന് 500 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിലെത്തി. നല്ലൊരു വ്യൂ പോയിന്റിലാണ് ക്യാമ്പ് വരുന്നത്. മൂന്നാറിനെ വെച്ച് നോക്കുമ്പോൾ സൂര്യനെല്ലിയിൽ തണുപ്പ് കുറവാണ്. നൈറ്റും മോർണിംഗും നല്ല തണുപ്പാണ്. പകൽ വെയിലാണെങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ ചൂടൊന്നും അത്ര അറിയുന്നുണ്ടായിരുന്നില്ല. ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം അടുത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. 1 കിലോമീറ്ററോളം നടന്ന് ഫോറസ്റ്റ് ഏരിയയിലുള്ള വാട്ടർഫോൾസിലെത്തി. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പാറയുടെ താഴെയുള്ള ടെമ്പിളും വാട്ടർഫോൾസ് എല്ലാം നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. എല്ലാവരും വെള്ളത്തിലിറങ്ങി കുളിച്ച് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചുപോയി. ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നൈറ്റ് വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തു. പിറ്റേന്ന് രാവിലെ 4:30 കൊളുക്കുമലയിലേക്കുള്ള ജീപ്പെല്ലാം ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 6 പേർക്കുള്ള ജീപ്പിന് 3000 രൂപയാണ് ചാർജ് വരുന്നത്.
ഇവിടെ നിന്ന് 12 കിലോമീറ്റർ മാറിയാണ് കൊളുക്കുമലയുടെ ലൊക്കേഷൻ വരുന്നത്. ഓഫ് റോഡ് ജീപ്പിൽ മാത്രമേ അവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. രാവിലെ 4:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ചെക്ക് പോസ്റ്റ് എൻട്രി ടൈം വരുന്നത്. കൊളുക്കുമലയിലെ സൂര്യോദയം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് പുലർച്ചക്കാണ് കൂടുതൽ ആളുകൾ ഇവിടെ എത്താറ്. രാവിലെ തന്നെ 250 ജീപ്പുകളോളം ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു സ്പോട്ട് തന്നെയാണിത്. കേരള തമിഴ്നാട് ബോർഡറിൽ 800 അടിയോളം ഉയരത്തിലാണ് കേട്ടോ കൊളുക്കുമലയുടെ ലൊക്കേഷൻ വരുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമായ കൊളുക്കുമലയിലേക്ക് സൂര്യനെല്ലി വഴി ജീപ്പ് മാർഗമാണ് എത്താൻ കഴിയുക. ഈ ഓഫ് റോഡ് യാത്ര ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. റോഡ് മൊത്തം കല്ലുകളാണ്. ജീപ്പ് അത്യാവശ്യം നന്നായി കുലുങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയവരും പ്രായമായവരൊക്കെ പോകാത്തതായിരിക്കും നല്ലത്. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കൊളുക്കുമലയിൽ എത്താൻ ഒരുപാട് വഴികളുണ്ട്. ഞങ്ങൾ പോയപ്പോൾ 6:30 സൺറൈസ് വരുന്നത്. ജീപ്പിൽ മുകളിലെത്തി 100 മീറ്റർ നടന്ന് സൺറൈസ് സ്പോട്ടിലെത്താൻ പറ്റും. സൺറൈസ് കാണാൻ ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. സീസണിലൊക്കെ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. പതുക്കെ ആകാശം ചുവന്ന് സൂര്യൻ്റെ കിരണങ്ങൾ കണ്ടു തുടങ്ങി. പിന്നീടുള്ള കാഴ്ച അവിസ്മരണീയമായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമുക്ക് നേരിട്ട് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ സൺറൈസ്. താഴെ നിന്നും ഉയർന്നു വരുന്ന സൂര്യൻ്റെ കാഴ്ച അത്രയ്ക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ. മഴക്കാലത്തും നല്ല കോടയുള്ളപ്പോഴൊന്നും സൺറൈസ് കാണാൻ കഴിയില്ല. ഞങ്ങൾ ജനുവരി ഫസ്റ്റ് വീക്കിലാണ് പോയത്. കോട കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സൺറൈസ് കണ്ട് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയാൽ ഫേമസ് ആയിട്ടുള്ള ലയൺ റോക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അത്ര ആളുകൾ ഫോട്ടോസ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു.
കുറച്ച് സമയം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോന്നു. തിരക്ക് കാണാം, അധിക സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൺറൈസ് ട്രിപ്പ് കൂടാതെ രാവിലെ 9 മണിക്കും വൈകിട്ട് സൺസെറ്റ് കാണാനും ഇവിടേക്ക് ജീപ്പ് സർവീസ് വരുന്നുണ്ട്. സൺറൈസ് കാണാനാണ് കേട്ടോ കൂടുതൽ ആളുകളും ഇവിടേക്ക് വരുന്നത്. ഇവിടെ തന്നെയാണ് ഗോസ്റ്റ് റോക്കും സ്ഥിതി ചെയ്യുന്നത്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെയും പോകാൻ പറ്റും. 1.5 മണിക്കൂറോളം മുകളിലേക്ക് നടന്നു കയറേണ്ടതുണ്ട്. ഫാൻറ്റം റോക്ക് എന്ന പേരിലും ഇതറിയപ്പെടുന്നു. തിരിച്ചു മല ഇറങ്ങുമ്പോൾ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇവിടെയാണ് ഉള്ളത്. 1800 മീറ്ററാണ് നീളം. 50 മുതൽ 70 സ്പീഡിൽ മുകളിലൂടെ പറക്കാൻ പറ്റും. 4000 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഒൻപത് 30 ഞങ്ങൾ ക്യാമ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കുറച്ച് സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തതിന് ശേഷം സൂര്യനെല്ലിയിൽ നിന്നും 12:30 ഓർഡിനറി ബസ്സിൽ 45 രൂപ ടിക്കറ്റിലാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് തിരിച്ചെത്തിയത്. ഉച്ചക്ക് മൂന്നാർ ടൗണിൽ നിന്നും ഫുഡൊക്കെ കഴിച്ച് പിന്നീട് ഞങ്ങൾ പോയത് ടൗണിനടുത്തുള്ള ഗവൺമെൻറ് ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ചാർജ് വരുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. മനോഹരമായി അലങ്കരിച്ച ഗാർഡനിൽ വ്യത്യസ്ത ഇനം പൂക്കളും ചെടികളും, ഗ്ലാസ് ബ്രിഡ്ജ്, കിഡ്സ് പാർക്ക്, ഡേം തിയേറ്റർ, 16 സിനിമ എല്ലാം വരുന്നുണ്ട്. ഫാമിലിയായി വരുന്നവർക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്.
ഞങ്ങൾ ഈവനിങ് വരെ ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്നും പർച്ചേസൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ KSRTC ഡിപ്പോയിലേക്ക് പോയി. സൈറ്റ് സീയിങ്ങിനുള്ള ഡബിൾ ഡക്കർ ബസ് ഇവിടെയാണ് സർവീസ് നടത്തുന്നത്. മുകളിൽ 400 രൂപയും താഴെ 200 രൂപയുമാണ് കേട്ടോ ചാർജ് വരുന്നത്. ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് സുൽത്താൻ ബത്തേരിയിലേക്കുള്ള സൂപ്പർ ഡീലക്സ് ബസ്സിൽ 416 രൂപ ടിക്കറ്റിൽ പുലർച്ചെ 3 മണിയോടെ ഞങ്ങൾ കോഴിക്കോട് തിരിച്ചെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.